ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? മഴയൊക്കെ ഉണ്ട് എല്ലാവർക്കും? ഇവിടെ നല്ല മഴ തന്നെയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിക്കണേ. അപ്പോൾ ഒന്ന് അടുക്കള വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ മുറ്റം തൂത്തിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ കുറേ ചെടികൾ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊരു ചട്ടിയിൽ വെച്ചതായിരുന്നു. അതായിമ്മ ഉണ്ടാവുക ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ അതിനൊരു കരുത്തില്ലാതെ ഒരു വളമ കിട്ടാത്ത പോലെയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് മാറ്റി നടാം, തറയിൽ നടാന്ന്. അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പേരമരം ഉണ്ട്. ഞാനിത് കുഴിച്ചിട്ട് ഉണ്ടാക്കി വളർത്തി എടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ താഴെയായിട്ട് കുഴിച്ച് വെച്ചാൽ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പടർന്ന് വരുമ്പോൾ ആ മതിൽമക്ക് വെച്ച് കൊടുക്കാൻ നല്ല ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഇതിവിടെ നടന്നത്. അപ്പം അങ്ങനെ ഇതുമെന്ന് കമ്പുകളും ഒക്കെ കുറേ പൊട്ടി കിളുത്തുണ്ടായിക്കണ്, പക്ഷേങ്കിൽ ഒരു കരുത്തില്ല. ഞങ്ങളെ വീട്ടിലൊക്കെ അത് നല്ലോണം കായ്ച്ചിട്ട് ഓല് കുറേ അപ്പുറം ഇപ്പുറമൊക്കെ വേറെ വേറെ ഇമെന്ന് കമ്പുകളെടുത്ത് കുഴിച്ചിട്ട് കുറേ ഉണ്ടാക്കി. ഞാൻ ഒന്നാമത് ഇതുമൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചായിട്ടുമാണ്. അപ്പം ഇപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ചാരം, പിന്നെ ഇല, ഈ കരിയില ഒക്കെ എല്ലാം കൂട്ടിങ്ങാണ്ടൊക്കെയാണ് അവിടെ അതിൻ്റെ മേലേക്കാണ് കുഴിച്ചിട്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് വേരൊന്ന് നല്ലോണം പിടിച്ചിട്ട് നമുക്ക് വല്ല വളമ ഇട്ട് കൊടുത്തുങ്ങാണ്ടൊന്ന് മണ്ണിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു മഴ ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറേ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇതൊരു ചേമ്പേനു. ചേമ്പ് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൂട്ടാൻ വെക്കണേന്നും ചേമ്പല്ല കേട്ടോ, ഇതൊരു ചെടിച്ചേമ്പാണ്. അപ്പോൾ അത് ഇവിടെ നടാമെന്ന് വിചാരിച്ചു. അത് ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടി മാറ്റിയതുകൊണ്ട് അതിൻ്റെ ഒരു മുന്തിരി കളറ് ഇലയാണ് കേട്ടോ. അതിന് ഒരു ഭംഗിയുള്ള ചേമ്പാണ്. അതേപോലെ ഈ ചെടി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുള്ള കാണാൻ. അപ്പോൾ ആ ചെടീനെ ഇത് കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ മാറ്റി കുഴിച്ചിട്ട് വെച്ചാൽ പിന്നെ തറയിലൊക്കെ വെച്ചത് നല്ല രസമല്ലേ, വെട്ടി ഇങ്ങനെ നിർത്തുകയാണെങ്കിലൊക്കെ. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ട് ഒക്കെ ഒപ്പാക്കിയാണ്ട് വെട്ടിയിട്ട് വെക്കാം, അങ്ങനെ ആക്കിയാണ്ട് കുഴിച്ചിടണം എന്നൊക്കെ. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ ചട്ടിയിൽ ചിരി വെച്ചതിൻ്റെ ബാക്കി ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചതിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. കുറച്ച് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഭംഗിയില്ല, നല്ല ഭംഗിയില്ല. അങ്ങനെയാണ് കണ്ടോ, ഇതിൻ്റെ ഈ അരികിൽ കൂടി ഇങ്ങനെ ഞാനിവിടെ ഇഷ്ടിക വെച്ചതിൻ്റെ അരികിൽ കൂടിയാണ് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ തൂക്കാൻ കുറേ ഉണ്ട്. ഈ മാവിൻ്റെ ഇല നല്ലോണം പൊഴിഞ്ഞ് വീണിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂക്കട്ടെ. മഴ ഉണ്ടെങ്കിൽ ഇതിലൊന്നും നടക്കില്ല, ഒരു തൂത്താ വാരാൻ തന്നെ കിട്ടൂല. അപ്പോൾ ഇപ്പോൾ മഴയില്ലാത്തൊരു സമയം കണ്ടപ്പോൾ വേഗം തൂക്കാനൊക്കെ ഇറങ്ങിയതാണ്. ചെടി കുറേ കുഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ഫുള്ള് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ വേഗം തൂക്കട്ടെ. പിന്നെ കുറച്ച് ചേമ്പ് ഉണ്ട്, ചേന ഉണ്ട്, കുറച്ച് പച്ചമുളകിൻ്റെ വിത്തുണ്ട്. ഇതൊക്കെ കുഴിച്ചിടണം കേട്ടോ. പിന്നെ അതിനൊക്കെ ഒരു ചാക്കിൻ്റെ കയ്യിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇനി ഉണ്ടോ നോക്കണം. അങ്ങനെ നാളെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ളത് കിട്ടിയത് കൊണ്ടൊക്കെ അങ്ങനെ കുഴിച്ച് വെച്ചുകൊണ്ടൊക്കെ നാളെ അത് കുഴിച്ച് വെക്കണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കണം. അപ്പോൾ എല്ലാവരും ചേമ്പൊക്കെ ചാക്കിൽ നടണമൊക്കെ കണ്ടപ്പം ഒരാഗ്രഹം, ചാക്കിൽ വെച്ചാൽ ചിലപ്പോൾ അല്ലാതെ പെരുചായയും ഒക്കെ തിന്ന് കാലിയാക്കും. പിന്നെ ഞങ്ങളെ നാട്ടിൽ കൂടിയൊന്നും ഈ പരിപാടി ഇപ്പോൾ പറ്റുന്നില്ലല്ലോ. ചേമ്പ്, ചീനി, പിന്നെ അങ്ങനെയല്ല കിഴങ്ങ് വർഗ്ഗം ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. പന്നിയാണ്, ഭയങ്കര പന്നി ഇറങ്ങി എല്ലാം നശിപ്പിച്ച് കളയും. ഒരു സാധനവും പറ്റൂല. അപ്പോൾ അത് പന്നി മാത്രമൊന്നുമല്ല, ഇപ്പോൾ പുലിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ കുഴിച്ച് വെച്ച് നോക്കണം, ഒന്ന് ഉണ്ടാവുമോ നോക്കണം.
അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി